നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ധനുഷും മൃണാൾ താക്കൂറും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നത്. നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു, പാപ്പരാസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, സെലിബ്രിറ്റി മീഡിയയിലൊക്കെ തന്നെ അത് വലിയ വാർത്തയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങനെയൊന്നും ഇല്ല എന്ന് മൃണാൾ താക്കൂറിന്റെ തന്നെ ആളുകൾ പുറത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു പ്രണയ വാർത്ത ഒന്നും തന്നെ ഇല്ല, അതൊക്കെ വെറും തെറ്റായ ധാരണയാണെന്ന് പറയുമ്പോൾ ഇതാ മറ്റൊരു വാർത്ത പുറത്തു വരികയാണ്. മൃണാൾ താക്കൂറും ഇന്ത്യൻ ക്രിക്കറ്ററായ യശസ്വി ജയ്സ്വാളും തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം. മുംബൈയിലെ ബാന്ദ്ര വെസ്റ്റിൽ ഒരു കഫേയിൽ ഇരുവരും ഒരുമിച്ച് പോയിരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ എക്സിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നലെ വളരെയധികം വൈറലായിരുന്നു. അപ്പോൾ ആ സമയത്ത് യശസ്വി ജയ്സ്വാളോ മൃണാൾ താക്കൂറോ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. മൃണാൾ താക്കൂറിന് വയസ്സ് 33, യശസ്വി ജയ്സ്വാളിന് വയസ്സ് 24. IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുകയാണ് യശസ്വി. ഇന്ത്യൻ ടീമിലും സാന്നിധ്യമുണ്ട്, ODIസിലൊക്കെ. അങ്ങനെ നിൽക്കുകയാണ് യശസ്വി ജയ്സ്വാൾ. സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകും, 2020 ഉണ്ടാകുമെന്ന പ്രതീക്ഷയൊക്കെ യശസ്വി ജയ്സ്വാളിന് ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് ഇപ്പോഴും ആ വാതിൽ തുറക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡേറ്റിംഗ് റൂമർ തുറന്നു വിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2 സെലിബ്രിറ്റീസ്, ഒരാൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ, മറ്റൊരാൾ ഒരു തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ, ആ രീതിയിലേക്ക് മാറുകയാണ്. എന്തായാലും മൃണാൾ താക്കൂറോ യശസ്വി ജയ്സ്വാളോ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. മൃണാൾ ഇപ്പോൾ വളരെയധികം ശക്തമായ സിനിമകളിലൂടെ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ വളരെയധികം സിനിമകളിൽ വളരെ ലൈവ്ലി ആയിട്ട് നിൽക്കുകയാണ് മൃണാൾ. പക്ഷേ ബാക്ക് ടു ബാക്ക് കോൺട്രവേഴ്സീസ് ആണ് മൃണാൾ താക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് ഡേറ്റിംഗ് കോൺട്രവേഴ്സീസ്. ഒന്ന് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരമായ ധനുഷുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സി. അന്നത് വളരെയധികം കത്തിയിരുന്നു. കാരണം ധനുഷ് ആവട്ടെ വിവാഹമോചനത്തിൽ നിൽക്കുന്ന സമയത്താണ്. ആ സമയത്ത് ധനുഷും മൃണാൾ താക്കൂറും തമ്മിൽ ഡേറ്റിംഗ് ആയിരുന്നു. ഇത് കുറേ നാളുകളായിട്ടുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മാധ്യമങ്ങളിലൂടെ എപ്പോഴാണ് പുറത്തു വന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വന്ന് ധനുഷിനും മൃണാൾ താക്കൂറിനും എതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ധനുഷും ഉണ്ടായിരുന്നു, പക്ഷെ മൃണാൾ താക്കൂറിൻ്റെ ആളുകൾ അത് പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇനി ഇക്കാര്യത്തിലും അതുപോലെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ 2 അഭിപ്രായങ്ങൾ വരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഒന്ന്, 9 വയസ്സ് വ്യത്യാസമുണ്ട്. മൃണാൾ താക്കൂർ ഇസ് 9 years എൽഡർ ദാൻ യശസ്വി ജയ്സ്വാൾ. ആ സാഹചര്യത്തിൽ 9 വയസ്സിന് കൂടുതലായിട്ടുള്ള ഒരാളുമായിട്ട് ഡേറ്റിംഗ് ചെയ്യാൻ ഉണ്ടാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നെങ്കിൽ പോലും സെലിബ്രിറ്റികളിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നതാണ് വേറൊരു വിഭാഗം ആളുകൾ പറയുന്നത്. സോ ഈ 2 സാഹചര്യത്തിലുമുണ്ട്. യശസ്വി ജയ്സ്വാളും മൃണാളും തമ്മിൽ ഡേറ്റിംഗ് ആണോ എന്നുള്ളത് ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഈ വിഷ്വൽസ് പുറത്തു വരുന്നത്. ഏകദേശം വൈകുന്നേരമായി. ആ വിഷ്വൽസ് പുറത്ത് വരുന്ന ഒരു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായി റെഡിറ്റിൽ ചർച്ചകളായി ഈ ചർച്ചകളൊക്കെ നിറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇപ്പോൾ ധനുഷ് എന്നത് വിട്ടിട്ട് ഇപ്പോൾ യശസ്വി ജയ്സ്വാൾ മൃണാൾ താക്കൂർ കോൺട്രവേഴ്സീസ് ആണ് റൂളപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധനുഷുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ വേറൊരു കോൺട്രവേഴ്സി, ധനുഷ് പൊളിറ്റിക്സിലേക്ക് നീങ്ങുകയാണെന്നുള്ളതാണ്. TVKയിൽ വിജയ് വന്നതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് പോലെ അത് കണ്ടുകൊണ്ട് ധനുഷിൻ്റെയും നീക്കം അതാണോ എന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് നാഷണൽ അവാർഡ് രായന് കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ധനുഷ് അവിടെ ചർച്ച ചെയ്തിരുന്നു. കാരണം ബെസ്റ്റ് തമിഴ് ഫിലിം രായനാണ് എന്നതാണ് നാഷണൽ അവാർഡ്സ് ഇത്തവണ പ്രഖ്യാപിച്ചത്. ആ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. എത്ര സിനിമകൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. മെയ്യഴകൻ ഉണ്ടായിരുന്നു, ലബർപന്ത് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള സിനിമകളൊക്കെ 2024 സെൻസർ ചെയ്ത് റിലീസ് ചെയ്ത സിനിമകളാണ്. ആ സിനിമകൾക്കൊന്നും കൊടുക്കാതെ വൈ രായൻ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ധനുഷ് മറുപടി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ കണ്ടു, ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു എന്നാണ് ധനുഷ് പറഞ്ഞത്. അപ്പോൾ 2 ഭാഗത്തുനിന്നും കോൺട്രവേഴ്സി ഉണ്ട്. ധനുഷിൻ്റെ ഭാഗത്തു നിന്നും മൃണാൾ താക്കൂറിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ 2 വ്യത്യസ്ത തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതുവരെ മൃണാളോ യശസ്വിയോ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. സാധാരണയായി മൃണാളുടെ ടീമിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നതാണ്. പക്ഷേ ഇത്തവണയും അത് ഉണ്ടാകുന്നില്ല. ഇനി ഉള്ള മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഈ 2 ടീമുകളുടെ ഭാഗത്തു നിന്ന് ആരുടെങ്കിലും കയ്യിൽ നിന്ന് ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.